ഇതിലോട്ട് ഇറങ്ങാൻ പോലും പേടിയാവുന്ന അവസ്ഥയിലോട്ട് വന്നത്. കാരണം ആൾക്കാർ എന്ത് പറയും, ആൾക്കാർ എന്ത് ചോദിക്കും, ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നത്. ആ സഖിയുടെ ഒരു പൊട്ടലുണ്ട്, ഞാനൊരു പൊട്ടൽ പൊട്ടിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടതാ. അതുപോലെ എന്നെ കൊണ്ട് പൊട്ടിക്കരുത്. പൊട്ടിച്ചു കഴിഞ്ഞാൽ അവിടെയും ഫാമിലീസ് ഉള്ളതാ, കുഞ്ഞുങ്ങളുള്ളതാ, തെളിവ് സഹിതമായിരിക്കും ഞാൻ കൊണ്ടിരുന്നത്. കുഞ്ഞുങ്ങൾ എന്റെ കുഞ്ഞുങ്ങൾ പോലും രാത്രിയിൽ ഉറങ്ങാതിരുന്നിട്ടുണ്ട്. പറയാതിരിക്കാൻ വയ്യ, എന്റെ മാനസിക മക്കളും എന്റെ മുന്നിലേക്ക് കടന്ന് ഉരുകിയിട്ടുണ്ട്. ഞാനത് വല്ല. സജ്ന ഫിറോസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യൂട്യൂബും സോഷ്യൽ മീഡിയയും ആരാ തൂക്കിയത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നമുക്ക് പറയാം സജ്നയാണ് എന്ന്. ഞാൻ ഈ ഇൻ്റർവ്യൂ എപ്പോഴാണ് കാണുന്നതെന്ന് വെച്ചാൽ സജ്നേൻ്റെ വീഡിയോ റിയാക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഇൻ്റർവ്യൂ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നാണ് ഞാൻ കംപ്ലീറ്റ് ഈ വീഡിയോ ഇരുന്ന് കാണുന്നത്. ഇന്ന് ഏത് ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോഴാണ് ഈ ഒരു ടോപ്പിക്ക് എല്ലാവരും ചെയ്തു കണ്ടു. അപ്പം ഞാൻ കരുതി ഒന്ന് ഇരുന്ന് ഇൻ്റർവ്യൂ കാണാം, വർത്ത് ഡൂയിങ് ആണോ എന്നുള്ളത്. അപ്പം നമ്മൾ ആദ്യം ഫിറോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഈ വീഡിയോ കാണുമ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. ഞാൻ ചിരിച്ച് മണ്ണും കപ്പ് വാരി എന്ന് പറയുന്നതിന് ഒരു തെറ്റുമില്ല. എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങളോട് പറയാം, ഒരാളുടെ കരച്ചിൽ കണ്ടിട്ടല്ല, എങ്ങനെ ഒരാൾക്ക് അഭിനയിക്കാം, എങ്ങനെ ഒരാൾക്ക് ഫേക്കായി നിൽക്കാം, എങ്ങനെ മുഖത്ത് നോക്കി നോണ പറയാം എന്നതിൻ്റെയൊക്കെ ഒരു അടിപൊളി ഉദാഹരണമായിരുന്നു സജ്ന ചേച്ചിയുടെ ഈ ഇൻ്റർവ്യൂ. ഞാൻ ആദ്യമാണ് ഈ ഇൻ്റർവ്യൂ കാണുന്നതെങ്കിൽ ഞാൻ സംസാരിക്കുന്ന രീതി ഒരിക്കലും ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. എന്നാൽ ആ വോയിസ് റെക്കോർഡ് ഫിറോസിൻ്റെ ചാനലിൽ വന്ന എല്ലാ കാര്യങ്ങളും കേട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഇൻ്റർവ്യൂ കാണുമ്പം എനിക്കിതിൽ കാണുന്ന കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഇത് തന്നെയാണ് തോന്നുന്നത്. എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഇൻ്റർവ്യൂ കണ്ട സമയത്ത് നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഇതിൽ കാര്യങ്ങളെ ഇങ്ങനെ വളച്ചൊടിച്ച് തിരിക്കാൻ വേണ്ടി ചേച്ചി കഷ്ടപ്പെടുന്ന ഒരു കഷ്ടപ്പാട് കണ്ട സമയത്ത് എന്ത് ചെയ്യാനാ മക്കളെ, പറയാണ്ടിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഈ വഴുകിയ വേളയിൽ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. മേ ബി ഇന്നും ഈ വീഡിയോ ഏറ്റവും ലാസ്റ്റ് ഇടാൻ പോകുന്നത് ഞാനായിരിക്കുമെന്ന വമ്പിച്ച പ്രതീക്ഷയോടുകൂടി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ എൻ്റെ ചാനലിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദാറ്റ്. ഇറങ്ങാൻ പോലും പേടിയാവുന്ന അവസ്ഥയിലോട്ട് വന്നത്. കാരണം ആൾക്കാർ എന്ത് പറയും, ആൾക്കാർ എന്ത് ചോദിക്കും, ആൾക്കാർക്ക് ഇത് ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന സൈഡ് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നമ്മളിങ്ങനെയല്ല, നമ്മൾ അങ്ങനെ ഒരു കാര്യമല്ല, നിങ്ങൾ ചിന്തിക്കുന്നതല്ല എന്ന് പറയാൻ എത്ര പേർക്ക് എനിക്ക് പറയാൻ പറ്റും. അത് ആർട്ടിസ്റ്റ് ആവട്ടെ, അപ്പോഴല്ലേ കോൺട്രവേഴ്സിയും കണ്ടന്റ് വിട്ടിട്ട് പൈസ പറ്റുള്ളൂ. ചാനലാരല്ല, ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സ് അവർ ജീവിക്കണ്ടേ ചാലോ. അതൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ അവർ ആഘോഷിച്ചാണ്. പക്ഷെ നാടിന് നന്മ വരുന്ന കാര്യങ്ങൾ, ഇനിയും ഇങ്ങനെ ഒരു സാധനം നടക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം നടക്കരുതെന്ന് പറഞ്ഞ് അവരത് കണ്ട് അതെടുത്ത് അവർ പൈസ ഇട്ട് അവർ പൈസ ഉണ്ടാക്കിപ്പോട്ടെ. ഇല്ലാത്ത കഥകൾ അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞുണ്ടാക്കാത്ത കുറെ അലിഗേഷൻ വെച്ച് 3 കോടി മേടിച്ചു എന്താ, പിന്നെന്താ എന്താ കേസാണ് ഹണി ട്രാപ്പ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഒരാളെ വേദനിപ്പിക്കുകയാണ് വേണ്ടത്. അതൊക്കെ കാരണം ഞാൻ ആർട്ടിസ്റ്റ് അല്ലേ, എന്നെ ജീവിക്കണ്ടേ, എന്നെ നല്ല ആർട്ടിസ്റ്റുകളെ കൊണ്ട് ജീവിക്കണ്ടേ. ഞാൻ ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ വ്യൂവേഴ്സിന് ഒരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിച്ചു തരാം കേട്ടോ, ഒരു മിനിറ്റ്. ഇല്ല ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അയാളുടെ ഫാമിലി വേണ്ടെങ്കിൽ അയാൾ ഇന്ന് 3 CR ഇന്ന് ഇവിടെ കൊണ്ടുവരണം. എനിക്ക് പൈസ മതി മോനെ, എനിക്ക് ഇനി എന്തായാലും നേരെ വേണ്ട, എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം. കേട്ടു എന്ന് തോന്നുന്നു. കരഞ്ഞുകൊണ്ട് പറയുന്ന സജ്നയുടെ വോയിസ് തന്നെയാണിത്. ഈ വോയിസ് വന്നത് ഫിറോസിൻ്റെ ചാനലിലാണ് കേട്ടോ. ഈ ചാനലിൽ വളരെ വ്യക്തമായിട്ട് സജ്ന റസൂൽ പൂക്കറ്റിനോട് ചോദിക്കുകയാണ്, കുട്ടീനെ 9 ആഴ്ചയുള്ള എൻ്റെ കുട്ടീനെ ഒന്നെങ്കിൽ ഒരുമിച്ച് ജീവിക്കാം, ഇനി അബോർട്ട് ചെയ്ത് കളയണമെന്നാണ് താങ്കൾ പറയുന്നതെങ്കിൽ ഞാൻ അബോർട്ട് ചെയ്ത് കളയാം, പക്ഷെ പകരം 3 കോടി രൂപ എനിക്ക് താ എന്ന് പറഞ്ഞു. ഇതാണ് കേട്ടോ നേരത്തെ ആ 3 കോടി കോൺട്രവേഴ്സി. ചിലപ്പോൾ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തരികയാണ്, നമ്മളെ ഫേക്ക് അലിഗേഷൻ ഉണ്ടാക്കിയ യൂട്യൂബേഴ്സ് പറഞ്ഞു തരുന്ന സജ്ന ചേച്ചിയുടെ ഒരു ഓഡിയോ ആണ്. ഇനിയിപ്പോൾ ക്രിയേറ്റ് ചെയ്തു എന്ന് പറയില്ല എൻ്റെ കൃഷ്ണ. തൊപ്പി വന്നതിന് ശേഷം ഇതാണ് പ്രശ്നം, തൊപ്പി എന്ത് ചെയ്താലും ആണ്, തൊപ്പി ആരെന്ത് ചെയ്താലും അല്ല. അതുപോലെ ഇനി ക്രിയേറ്റ് ചെയ്തു എന്നല്ല, നിങ്ങളുടെ സ്വന്തം ഭർത്താവ് ഇട്ടതാണ്. ഇപ്പം കേട്ടിട്ടുണ്ടാവും. ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ ഇൻ്റർവ്യൂ വരുന്നത് എപ്പോഴാണ് അറിയോ? സജ്ന ചേച്ചി ഈ പെർട്ടിക്കുലർ ഇൻ്റർവ്യൂ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആണ്. എന്ന് വെച്ചാൽ ഈ ഇൻ്റർവ്യൂ വീഡിയോ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഫിറോസിൻ്റെ വീഡിയോ വന്നത്. അപ്പം അതുകൊണ്ടാണ് ചേച്ചിക്ക് ഈ തൊട്ട് മുമ്പാണ് ചേച്ചി പറഞ്ഞത് ഇത് അപ്ലോഡ് ചെയ്യേണ്ട എന്നുള്ളത്. കാരണം ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഫിറോസേട്ടൻ്റെ വീഡിയോയും കൂടെ വന്നതോടുകൂടി എല്ലാം അങ്ങ് പോയി എന്ന് ചേച്ചിക്ക് മനസ്സിലായി. എന്നാലും ഇങ്ങനെ കള്ളം പറയുമ്പം നമ്മൾ എങ്ങനെയാടാ ഒന്നും പറയാണ്ടിരിക്കുക. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്. റോട്ടിലോട്ട് ഇറങ്ങാൻ തന്നെ പേടിയാണ്. ആൾക്കാർ എന്ത് പറയും, എന്ത് ചോദിക്കും. ആൾക്കാർ ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താണെന്നുള്ളത് നിങ്ങളുടെ ഭർത്താവായിരുന്ന ആൾ സോഷ്യൽ മീഡിയയിൽ വന്ന് എക്സ്പോസ് ചെയ്തു. അയാൾ എക്സ്പോസ് ചെയ്തത് അയാളുടെ നാക്കിൻ്റെ ഡയലോഗുകൾ കൊണ്ടല്ല,
അയാൾ തെളിവോടുകൂടി എക്സ്പോസ് ചെയ്തു. നിങ്ങളുടെ ശബ്ദത്തിൽ നിങ്ങൾ സംസാരിക്കുന്ന ഓഡിയോകൾ കൊണ്ട് എക്സ്പോസ് ചെയ്തു. അതിൽ നിങ്ങളുടെ ഒരുപാട് അവിഹിതങ്ങളും പൂക്കുറ്റിയായിട്ടുള്ള അവിഹിതവും അതിലെ പ്രഗ്നൻസിയും അതിലൊന്നിന് അബോർട്ട് ചെയ്തതും രണ്ടാമത്തേന് അബോർട്ട് ചെയ്യാൻ വേണ്ടി 3 കോടി രൂപ ചോദിക്കുന്നതും ഒക്കെ ഇത് ജനങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞു. ഇനി നിങ്ങൾ ഇവിടെ കിടന്ന് കരഞ്ഞാലും അതാക്കിയാലും ഇതാക്കിയാലും സജ്ന ഫിറോസ് എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു സാധനം എല്ലാവരുടെ തലയിലും രജിസ്റ്ററായി. ഇനി പുറത്തോട്ട് ഇറങ്ങാൻ നാണം കിട്ടിയിട്ട് കാര്യമില്ല. ഇനി ഇതിൽ മെയിനായി പറഞ്ഞൊരു സാധനം കൊണ്ട് നമ്മൾ യൂട്യൂബേഴ്സ്, ഞാൻ ചോദിക്കട്ടെ, നാണല്ലേ നിങ്ങൾക്കൊന്നും? നാണല്ലേ? നിങ്ങൾ നിങ്ങളുടെ ജീവിതം സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയി ഇട്ടു. സജ്ന റസൂൽ പൂക്കറ്റി എന്ന് പറയുന്ന വിഷയം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? സജ്നേൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് വന്ന അന്നാണ് തുടങ്ങിയത്. എൻ്റെ അമിയാദാസിൻ്റെ ഇൻസ്റ്റഗ്രാം ഐഡിയിൽ വന്നതല്ല സജ്നേൻ്റെയും റസൂലിൻ്റെയും പോക്കറ്റിൻ്റെയും പോസ്റ്റ്. സജ്നയുടെ ഇൻസ്റ്റഗ്രാമിൽ വന്നതാണ് സജ്നേൻ്റെയും റസൂലിൻ്റെയും പോസ്റ്റ്. അത് കഴിഞ്ഞതിന് ശേഷം സജ്ന അതങ്ങ് ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് വന്നെന്ന് പറഞ്ഞു, അയ്യോ എൻ്റെ ചാനൽ ആരോ ഹാക്ക് ചെയ്തു. എടാ, ഒരാൾ ചാനൽ ഹാക്ക് ചെയ്ത് അവർ ആദ്യം ഇതിനാണോ പോകുന്നത്? ഹാക്ക് ചെയ്ത് അക്കൗണ്ട് എടുക്കാൻ നോക്കും, ഡീറ്റെയിൽസ് എടുക്കാൻ നോക്കും, അല്ലെ ഫോളോ ചെയ്യാൻ നോക്കും, അല്ലെ വേണ്ടാത്ത മെസ്സേജ് പലതും നോക്കും. നേരെ എന്തിനാണ് ബൈ സജ്നയെ റസൂലുമായിട്ട് കണക്ട് ചെയ്തു? വേറെ എത്ര ആൾക്കാർ ഈ ലോകത്തുണ്ട്? എത്ര ആൾക്കാരുണ്ട്? വൈ റസൂൽ? വൈ റസൂൽ? അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണ്ടേ? അല്ലാണ്ട് റസൂൽ ചേട്ടൻ്റെ പേര് പറയുമോ? അങ്ങനെ നിങ്ങൾ പോസ്റ്റ് ഇടുന്നു, നിങ്ങൾ ഫേക്കാന്ന് പറയുന്നു, നിങ്ങളുടെ ഭർത്താവ് സോഷ്യൽ മീഡിയയിൽ വരുന്നു, 4 വീഡിയോ ഇടുന്നു, ഇടുന്ന വീഡിയോയിൽ മുഴുവൻ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പറയുന്നു, സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പുന്നു. അത് നമ്മളെപ്പോലെയുള്ള കുറച്ച് ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന തെറ്റാണ്. സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ നമ്മൾ ഈ ചാനലിൽ സംസാരിക്കലുണ്ട്. ഇതും ഒരു സാമൂഹിക പ്രതിബദ്ധതയാണ്. അവിഹിതങ്ങൾക്ക് പോകാൻ പാടില്ല. അവിഹിതത്തിന് പോയി ഇങ്ങനെ കുട്ടികളുണ്ടാക്കുമ്പോൾ അബോർട്ട് ചെയ്ത് കളയാൻ പാടില്ല. ഇനി അബോർട്ട് ചെയ്ത് കളയുകയാണെങ്കിലും അതിന് വേണ്ടി 3 കോടി രൂപ സ്വന്തം കുട്ടീനെ അബോർട്ട് ചെയ്യാൻ ചോദിക്കരുത്. ഇതൊരു സാമൂഹിക പ്രതിബദ്ധതയല്ലേ? ഇനി അവിധത്ത് പോകുന്ന ആൾക്കാർക്ക് മനസ്സിലാവും നമ്മളിങ്ങനത്തെ എന്തേ പരിപാടിക്ക് പോയിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ എത്തിയ നാണക്കേടാണ്. പ്രതിബദ്ധത ചേച്ചിക്ക് മനസ്സിലായി. ചേച്ചി ഉദ്ദേശിക്കുന്ന പ്രതിബദ്ധത പോലും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നല്ല ചെയ്താൽ എന്നും യൂട്യൂബേഴ്സ് നല്ലതെന്ന് പറയും, മോശം ചെയ്താൽ മോശം തന്നെ പറയും. അതിന് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിൽ പേഴ്സണലായി ചെയ്യുന്ന കാര്യങ്ങളല്ല നമ്മൾ ആരും എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പബ്ലിക്കായി നിങ്ങൾ വലിച്ചെറിയുന്ന കാര്യങ്ങളാണ്. അത് നമുക്കൊരു തെറ്റും തോന്നുന്നില്ല ചേച്ചി. മെസ്സേജിൽ വന്നു പറയുന്നത് എന്താണിട്ടാണ് ഇതൊക്കെ അവർ കാണിക്കും. എനിക്ക് തോന്നുന്നു ഷാലു, മേ ബി അവരുടെ വീട്ടില് അവർക്ക് ചിലപ്പം ഇതുപോലത്തെ അവസരം ഉണ്ടായിട്ടുണ്ടാകും. ഈ പറയുന്ന ഫെസ്ട്രേഷനിലോ അവരുടെ ഭാര്യയോ അല്ലെങ്കിൽ അവരുടെ ഭർത്താവോ അവരുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ അമ്മയോ. കാരണം കാണുന്നുണ്ട്, ഇത് തലമുറയായിട്ട് വരുന്ന കുറച്ച് മെന്റൽ ട്രോമസ് ആണ്. ഇങ്ങനെ മറ്റുള്ളവരെ ഇങ്ങനെ നമ്മളിങ്ങനെ നെഗറ്റീവ് കമന്റ് പറഞ്ഞിടും. ആ ട്രോമാസിലുള്ള ആൾക്കാരാണ് ഇങ്ങനെ വന്ന് പറഞ്ഞ് അവരുടെ ലൈഫിൽ അവർക്ക് ഫെസ്ട്രേഷൻ തീർക്കേണ്ട ആരെങ്കിലും തീർക്കണ്ടേ. കുറച്ച് കൂടി പോയിട്ടുണ്ട് ചേച്ചി. ഇതിൽ കമൻ്റ് ഇടുന്ന ആൾക്കാരെയും നല്ല ക്ലിയർ ആയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. ചേച്ചി ഞങ്ങളല്ല ചേച്ചീനെ പറ്റി ചേച്ചീൻ്റെ ഭർത്താവാണ് പറഞ്ഞത്. കല്യാണം കഴിഞ്ഞ് ഷൂട്ടിന് പോയിട്ട് അവിടുത്തെ ഡയറക്ടർ കൂടെ വിളിച്ചുകൂടി, അത് കഴിഞ്ഞ് പ്രൊഡ്യൂസർ കൂടെ വിളിച്ചുകൂടി, അത് കഴിഞ്ഞിട്ട് ഇവിടെ പോയി. ഇപ്പം തന്നെ ചേച്ചീൻ്റെ വോയിസാണ് ലീക്കായത്. ചേച്ചിയും റസൂൽ പൂക്കുറ്റിയാണ്. ചേച്ചി 9 വീക്ക് പ്രഗ്നൻറ്റ് റസൂൽ പൂക്കുറ്റിയുടെയാണ്, നമ്മളുടെ അല്ല. ചേച്ചിയാണ് റസൂൽ പൂക്കുറ്റിനോട് 3 കോടി ചോദിച്ചത്. അപ്പോൾ ഈ വോയിസൊക്കെ കേട്ടുകൊണ്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് കമൻ്റ് ഇടുന്ന വ്യക്തികൾ എങ്ങനെ തെറ്റുകാരാവും? ഒന്ന് ആലോചിച്ച് നോക്കുക. എന്ത് ഫ്രസ്ട്രേഷനാണുള്ളത്? നമുക്കൊക്കെ എന്ത് ഫ്രസ്ട്രേഷനാണുള്ളത് എനിക്കറിയില്ല. ഇപ്പം എൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്കൊരു ഫ്രസ്ട്രേഷനും ഇല്ല. ഐ എം ലീഡിങ് എ ഹാപ്പി സക്സസ്ഫുൾ ലൈഫ്. പക്ഷേ എല്ലാ പേഴ്സണും ഉണ്ടാകുന്ന പോലെ പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടാവും. നാറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ. ന്യായീകരിക്കണടാ. തെറ്റ് പറ്റാത്ത മനുഷ്യന്മാരൊന്നും ഈ ലോകത്തില്ല. എല്ലാവരും പെർഫെക്റ്റ് ആൾക്കാരല്ല. തെറ്റ് എല്ലാവരുടെയിലും പറ്റിയിട്ടുണ്ടാവും. ട്രയൽ ആൻഡ് എററിൽ കൂടെ തന്നെയാണ് എല്ലാ വ്യക്തികളും ലേൺ ചെയ്യുക. തെറ്റ് പറ്റിയാൽ ബേസിക്കായി വേണ്ട കാര്യം എന്താ പറയുക, ആ തെറ്റിനെ അംഗീകരിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം. നമ്മൾ ചെയ്ത തെറ്റിനെ നമ്മൾ എന്ന് അംഗീകരിക്കുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു, അന്ന് മാത്രമേ നമ്മൾ മാറൂ. നമ്മളെ മാറ്റാണ്ട് ഈ ലോകത്ത് ഒരാൾക്കും നമ്മളെ മാറ്റാൻ പറ്റില്ല. നമ്മൾ മാറ്റണമെങ്കിൽ ആദ്യം വേണ്ടത് നമ്മൾ ചെയ്തത് തെറ്റാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. അതില്ലാത്തിടത്തോളം കാലം ഈ ഭൂലോകത്ത് ആര് വന്ന് എന്ത് ചെയ്ത് എങ്ങനെ ശ്രമിച്ചാലും ഈ തെറ്റൊന്നും മറയില്ല, മറയ്ക്കാൻ പറ്റില്ല. അതൊരു റിയാലിറ്റിയാണ്. അറിയോ ചേച്ചിക്ക്? അറിയില്ലല്ലോ. അങ്ങനെ ഒരു റിയാലിറ്റിയും കൂടി ഉണ്ട്. ഇപ്പോൾ ഇവിടെ ചേച്ചി തെറ്റിനെ ന്യായീകരിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ഈ ചേച്ചിൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇടുന്ന ഈ ടോപ്പിക്ക് റിയാക്ട് ചെയ്യുന്ന വ്യക്തികളെ പറയുന്നതിന് മുമ്പ് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ, ഞാൻ അതാലോചിക്കുക. ചെയ്തെങ്കിൽ മിണ്ടാണ്ട് നിന്ന് ആ തെറ്റ് മനസ്സിലാക്കി ഇനി തെറ്റ് റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക.
അതാണ് വേണ്ടത്. ഓക്കെ, അവരുടെ അച്ഛനും അവരെ അബ്യൂസ് ചെയ്താണോ അല്ലെങ്കിൽ അമ്മ അബ്യൂസ് ചെയ്താണോ ആയിരിക്കും, അല്ലെങ്കിൽ അവർ മക്കളെ ലൈഫ് അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ അവർ ഈ പറയുന്ന ആൾക്കാരുടെ പ്രൊഫൈൽ എടുത്ത് അപ്ലൈ നോക്കുക, ഇവരിൽ ആരെങ്കിലും ഒരാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കും. കൂടെ നിൽക്കുന്ന ആൾക്കാരെന്ന് പറയുന്ന കണക്ക് ഏറ്റവും കൂടുതൽ കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും നമ്മളെ ബാക്കിൽ കൂടെ കുത്തി നമ്മളെ തള്ളിയിടാനും പറ്റുന്നത്. അവർ ചിന്തിക്കണം തിരിച്ചും എനിക്കും അതേ വഴി തിരിച്ചു കുത്താൻ, ഇരട്ടിയിൽ കുത്താൻ എനിക്ക് അറിയാത്തോണ്ടല്ല, എന്താ പറയാ, അവരുടെ ഫാദറല്ല എന്റെ ഫാദർ, അവരെ വളർത്തിയ രീതിയല്ല എന്റെ വീട്ടുകാരനെ വളർത്തിയത്. പക്ഷെ പിന്നെ ഒരു കാര്യം ഉണ്ടല്ലോ, ഈ പറഞ്ഞ കണക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇത് കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന നിമിഷമുണ്ട്. ഞാൻ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു കുഞ്ഞെന്ന് ഞാൻ പറയത്തില്ല. എനിക്ക് എല്ലാം സഹിച്ച് പുറത്ത് നിൽക്കാന്ന് പറഞ്ഞാൽ അത്രയും നല്ല ഞാൻ ഗാന്ധിജിയൊന്നുമല്ല. പക്ഷെ ഈ പറയില്ല, ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കുറിച്ചുകൊണ്ടിരുന്നത് ആ സഖിയുടെ ഒരു പൊട്ടലുണ്ട്. ഞാൻ അങ്ങനെ ഒരു പൊട്ടൽ പൊട്ടിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടതാ. അതുപോലെ എന്നെ കൊണ്ട് പൊട്ടിക്കരുത്. പൊട്ടിച്ചു കഴിഞ്ഞാൽ അവിടെയും ഫാമിലീസ് ഉള്ളതാ, കുഞ്ഞുങ്ങളുള്ളതാ, തെളിവ് സഹിതമായിരിക്കും ഞാൻ കൊണ്ടിരുന്നത്. തീർന്നു എനിക്കതേ പറയാനുള്ളൂ. എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. ഇവിടെ ഏതോ ഒരു ഫാമിലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നെങ്കിൽ ഫിറോസിന്റെ ഫാമിലി അല്ലെ പൂക്കുറ്റിയുടെ ഫാമിലി. ഫിറോസിന് ഇപ്പോൾ കറൻ്റ്ലി എന്തായാലും ലീഗലി ഒരു റിലേഷൻഷിപ്പ് ഇല്ല. ഇനി ലീഗൽ അല്ലാത്ത റിലേഷൻഷിപ്പ് ആണോ അറിയില്ല. പൂക്കുറ്റീൻ്റെ ഇനി പ്രത്യേകിച്ച് പൊട്ടാനൊന്നുമില്ല. എന്തായാലും പൊട്ടി നാരായണക്കല്ലേ. പൂക്കുറ്റീൻ്റെ ഭാര്യയും പൂക്കുറ്റീൻ്റെ കുടുംബവും ഒക്കെ നിങ്ങളുടെ ഈ കോൺവെർസേഷനും ഓഡിയോയും ഒക്കെ കേട്ടു. അവരുടെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഏകദേശം സജ്ജന ചേച്ചി നിങ്ങളൊരു തീരുമാനമാക്കി. ഇനി അവിടെ പോയിട്ട് പ്രത്യേകിച്ച് തകർക്കാനൊന്നുമില്ല. അതുകൊണ്ട് അതവിടെ കിടക്കട്ടെ. ഇനി ഫിറോസുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും അലിഗേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് സംസാരിക്കാം. ഈ നിമിഷം വരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയേണ്ട എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ നിങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ വീഡിയോ റിയാക്ട് ചെയ്ത ആൾക്കാർ, നിങ്ങൾ വീഡിയോൻ്റെ താഴെ ഇട്ട കമൻറ്റ്, ഇതിനെ മാത്രമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പകരം നിങ്ങൾ ഈ ഓഡിയോനെ എടുത്ത് വെച്ച് പറയൂ. നിങ്ങൾ പറ, AI ക്രിയേറ്റ് ചെയ്ത ഓഡിയോ ആണ്, ഞാൻ സംസാരിച്ചതല്ല, ഞാനും പൂക്കുറ്റിയും തമ്മിൽ അങ്ങനെ ഒരു ഇടപാടില്ല, ഞാൻ പൂക്കുറ്റിയുടെ കുട്ടിക്ക് പ്രഗ്നൻ്റ് ആയിട്ടില്ല. ഇതൊക്കെ നിങ്ങൾ വന്ന് മീഡിയയുടെ മുമ്പിൽ അങ്ങ് തുറന്ന് പറയൂ. അപ്പോൾ ഈ പറയുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കും. എന്തുകൊണ്ട് നിങ്ങളത് പറയാത്തത്? എന്തോ നിങ്ങളത് സംസാരിക്കാത്തത്? ഞാൻ കേൾപ്പിച്ച് ഓടിയ ചേച്ചീൻ്റെ തന്നെയല്ലേ, എന്താ ചേച്ചി ഒന്നും പറയാത്തത്? ഇതൊന്നും നിങ്ങൾ പറയാത്തിടത്തോളം കാലം എങ്ങനെ നിങ്ങളെ സപ്പോർട്ട് പണ്ണാൻ പറ്റും? നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് പറ. നിങ്ങൾ തന്നെ സ്വയം ആലോചിച്ചിട്ട് പറ. അതാണ് ചേച്ചി, നിങ്ങൾ ഈ വെറുതെ എങ്ങോട്ടെങ്കിലും ഈ കഥേനെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വളച്ച് വിടാൻ നിങ്ങൾ പൊട്ടിക്കോ. നിങ്ങൾ പൊട്ടുന്നതിന് ഒരു കുഴപ്പമില്ല. നിങ്ങൾ പൊട്ടണം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ സൈഡ് ഓഫ് കാര്യങ്ങൾ നിങ്ങൾ പറ. നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തുകയൊന്നും ചെയ്യണ്ട. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിനെ എത്രയൊക്കെ വൾഗറായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ പറ്റുമോ ആ രീതിയിൽ വിത്ത് റെക്കോർഡ് കാണിച്ചു കഴിഞ്ഞാൽ വളരെ മാന്യമായി ഇരുന്ന് ഫിറോസ് കാണിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്തിനാണ് ഫിറോസിനെ സേവ് ചെയ്യുന്നത്? എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോ. ഇനി പൂക്കുറ്റിയാണെങ്കിൽ പൂക്കുറ്റീനെ പറഞ്ഞോ. സ്വന്തം ജീവിതം വെച്ചാൽ പറയുന്നതെന്നുള്ള റിയലൈസേഷൻ ഉണ്ടായാൽ നല്ലത്. കാര്യങ്ങൾ ലോകത്തിനും അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, യൂട്യൂബ് ചാനലൊക്കെ, അവർക്ക് ഒരു മാസം 2 ദിവസത്തേക്കുള്ള കാര്യം എന്നെ കൊണ്ട് ഇങ്ങനെ ക്രൂഷ്യൽ ചെയ്ത് കുറെ കാര്യം അത് ഞാൻ നിയമം ചെയ്തിട്ടുണ്ട്. പക്ഷേ കറക്റ്റ് ഒരു സാധനമായിട്ട് അങ്ങോട്ടും കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ തീരും. ഈ പറയുന്ന അലിഗേഷൻ, ഈ പറയുന്ന കാര്യങ്ങളും, ഈ പറയുന്ന നമ്മളെ കുറിച്ച് ക്രൂശിക്കുന്നവരും എനിക്കും തിരിച്ച് പറയാനുള്ള ഓപ്ഷൻസും പറയാനുള്ള കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ കൊണ്ടുപോയിട്ടാൽ വീണ്ടും പറയാണ്, നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നിങ്ങളുടെ സൈഡിൽ നിൽക്കും. പക്ഷെ ഫിറോസിന്റെ ചാനലിൽ വന്ന വോയിസ്, നിങ്ങൾ റസൂൽ പൂക്കുറ്റിനോട് സംസാരിച്ച കാര്യങ്ങൾ, ഇതൊന്നും ഇല്ലാണ്ടാവുന്നില്ല. അതൊക്കെ അവിടെ തന്നെ നിൽക്കും. അതൊക്കെ അവിടെ എക്സിസ്റ്റ് ചെയ്യും. എന്തുകൊണ്ട് ഫിറോസിൽ നിന്ന് നിങ്ങൾ സെപ്പറേറ്റഡ് ആയി എന്നുള്ള ഒരു റീസൺ സോഷ്യൽ മീഡിയയിൽ അറിയുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പൂക്കുറ്റിയായി ചെയ്തിട്ടുള്ള ഇടപാടൊക്കെ അവിടെ തന്നെ നിൽക്കും. ഇതാണ് ചേച്ചി സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകത. ഇനിയിപ്പോൾ നിങ്ങളെ ബിഗ് ബോസ് സജ്ജന എന്നറിയുന്നതിനേക്കാൾ കൂടുതൽ സജ്ജന എന്നറിയപ്പെടുക പൂക്കുറ്റി സജ്ജന എന്ന് പറഞ്ഞിട്ടാണ്. അത് 10 അല്ല 20 അല്ല 30 കൊല്ലം കഴിഞ്ഞാൽ. അതാണ് സോഷ്യൽ മീഡിയയിലെ നാറ്റിക്കൽ എന്ന് പറയുന്നത്. എന്നെയും അദ്ദേഹത്തിനെ ഇങ്ങനെ ക്രൂശിക്കരുത്. ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പബ്ലിക് ഞങ്ങൾ പറഞ്ഞോളാം. അതുകൊണ്ട് ദേരി ചെയ്ത് എന്നെയും അദ്ദേഹത്തിനെ ഇങ്ങനെ ക്രൂശിക്കരുത്. ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പബ്ലിക് ഞങ്ങൾ പറഞ്ഞോളാം. അദ്ദേഹത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം ഒന്ന് പറയട്ടെ, അല്ലെ? സജിനെ എന്നെ ഇത്ര പറ്റിച്ചു, അല്ലെങ്കിൽ 2 കോടി 3 കോടി 10 കോടി, അല്ലെങ്കിൽ എന്നെ ഹണി ട്രാപ്പ് ചെയ്തു, അദ്ദേഹം ഒന്ന് പറയട്ടെ. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, എന്നെ അയാൾ അത്രയും ചെയ്തു, എന്നെ ചതിച്ചു, അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പറയാത്ത കാലം എന്തിനാണ് ഈ വൃത്തികെട്ട രീതിയിൽ ഞങ്ങളുടെ സബ്ജക്ട് ഇപ്പോഴും നല്ല രീതിയിൽ സഹകരിച്ച് നല്ല രീതിയിൽ നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് പോകുന്ന ഒരു നല്ല ബന്ധങ്ങളാണ്. അത് ദേരി ചെയ്ത് ഇങ്ങനെയുള്ള വൃത്തിയോട് പറഞ്ഞിട്ട് ഇല്ലാതാക്കരുത് പ്ലീസ്. എനിക്കതേ പറയുള്ളൂ. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളാം. ചിലപ്പോൾ പറയത്തില്ലായിരിക്കാം, അതിന്റെ ഞങ്ങളുടെയൊക്കെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ്. പക്ഷെ അങ്ങനെയുള്ള അലിഗേഷൻ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് നിയമവശത്തിൽ ഒന്നും എന്തിനാ വെറുതെ നിങ്ങൾ കഴിഞ്ഞു പോകുന്ന കുറെ യൂട്യൂബ് ചാനൽസ് ആൾക്കാരുണ്ട്, അങ്ങനത്തെ ചാനലൊക്കെ വേണ്ടേ? എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞ് നല്ല രീതിയിൽ നിന്ന് അത് തന്നെയാണല്ലോ നിങ്ങളെ കുഞ്ഞുങ്ങൾ നിന്ന്. ചേച്ചി ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നുണ്ടാവുന്ന പൈസ ആ 3 കോടി കിട്ടിയെങ്കിൽ ആ 3 കോടിയാണ് ചേച്ചീൻ്റെ കുഞ്ഞും തിന്നുന്നത് എന്നൊരു തിരിച്ചറിവുണ്ടായാൽ മതി. അല്ലാണ്ട് യൂട്യൂബേഴ്സ് മാത്രമല്ല ഇങ്ങനത്തെ തരത്തിലുള്ള സാധനങ്ങൾ തിന്നുന്നത് എന്നുള്ള കൂടെ ചേച്ചി ഒന്ന് ഓർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ചേച്ചിയും റസൂൽ പൂക്കുറ്റിയും ഒന്നും സോഷ്യൽ മീഡിയയിൽ വന്ന് നിന്നിട്ട് തുറന്ന പച്ചയ്ക്ക് കാര്യങ്ങൾ പറയാനൊന്നും പോകുന്നില്ല എന്നുള്ള അറിയാം. ഇനി നിങ്ങൾ പറയണമെന്ന് ഒരു നിർബന്ധമല്ല, നിങ്ങൾ പറയാണ്ട് തന്നെ തെളിവുകൾ കാര്യങ്ങൾ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വന്നു വരും. എനിക്ക് മനസ്സിലാവാത്ത ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ഇവരെന്തിനാണ് യൂട്യൂബേഴ്സിൻ്റെ തലയ്ക്ക് കയറുന്നത് എന്നാണ് എനിക്ക് തീരെ മനസ്സിലാവാത്തത്.
നിങ്ങൾക്ക് കാണിക്കാൻ പാടുന്ന കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കാം. എന്ത് തോന്നിവാസങ്ങൾ വേണമെങ്കിൽ കാണിക്കാം. നിങ്ങളുടെ ഭർത്താവ് തന്നെ കയറി നിങ്ങളെ പച്ചയ്ക്ക് അങ്ങ് എക്സ്പോസ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അതൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ എല്ലാ യൂട്യൂബേഴ്സിനെയും തലയ്ക്ക് കയറിയിട്ട് എന്താ കിട്ടുന്നത്? അത് നമുക്ക് അറിയില്ല ചേച്ചി, അറിയില്ല. പകരം നേരം നമ്മൾ യൂട്യൂബേഴ്സ് എല്ലാം ഇരുന്നിട്ട് അയ്യോ സച്ചിനെ റസൂൽ പൂക്കുട്ടീൻ്റെ അമ്മാവൻ്റെ മോളാണ്, അവർ തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യൂട്യൂബേഴ്സിനെ തന്നെ പൊക്കി പറയില്ലേ അവർ കുറച്ച് പേരുണ്ടായിരുന്നു എൻ്റെ സൈഡ് നിൽക്കാമെന്ന്. പകരം നമ്മൾ ഓപ്പോസിറ്റ് ആയതോടുകൂടി നമ്മൾ വലിയ തെറ്റുകാരായിപ്പോയി. നിങ്ങൾ ഈ പറയുന്നത് നല്ല വ്യത്യാസമുണ്ട്. റിയൽ കാര്യവും ഈ കാര്യവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നിങ്ങൾ അടിപൊളിയായി ഫേക്ക് ചെയ്യുക, നിങ്ങൾ അടിപൊളിയായി നുണ പറയുക, നിങ്ങൾ ഇരുന്ന് കള്ളത്തരം പറയുകയാണ്. കള്ളത്തരം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു കള്ളിയായിട്ടുണ്ട്. ആ രീതിയിലാണ് നിങ്ങൾ ഫേക്ക് കളിച്ചുകൊണ്ട്. നിങ്ങൾ ആരെ മുമ്പിലാണ് ഫേക്ക് കളിക്കുന്നത്? ആരെ കാണിക്കാനാ? നിങ്ങളിപ്പോൾ ഞങ്ങളെയൊക്കെ പറഞ്ഞോളൂ, യൂട്യൂബേഴ്സിന് വേണ്ട. ഇത് കാണുന്ന നിങ്ങളെ മക്കളെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്ത് നാണക്കേടാണ് അവർക്ക് എങ്ങനെ പറയാൻ പറ്റും ഇതെൻ്റെ അമ്മയാണെന്നുള്ളത്? എങ്ങനെ പറയാൻ പറ്റും? അതിനുള്ള എന്ത് ക്വാളിറ്റിയാണ് നിങ്ങൾക്കുള്ളത്? ജെന്യുവിനായിട്ട് സച്ചിനേൻ്റെ മക്കൾ കാണുന്നുണ്ട്. മക്കളോട് ഞാൻ ചോദിക്കാം, നിങ്ങളുടെ ഉമ്മയുടെ ഈ പ്രവൃത്തി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? നല്ല ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ തെറ്റുകൾ ചെയ്താൽ തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കറക്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. അതുപോലെ നല്ല മക്കൾ എന്ന് പറഞ്ഞാൽ ഉമ്മേൻ്റെ ആണെങ്കിലും ഉപ്പാൻ്റെ ഭാഗത്താണെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറയുക, കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ഉമ്മാൻ്റെ ഈ പ്രവൃത്തിനെ? നിങ്ങൾക്ക് കൈയടിച്ച് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സാധനമാണോ ചെയ്തിട്ടുള്ളത്? നിങ്ങൾ ആദ്യം നിങ്ങളുടെ അച്ഛൻ്റെ ചാനലിൽ പോയിട്ട് ഈ ഓഡിയോസ് കാര്യങ്ങൾ കേൾക്ക്, എന്നിട്ട് ഈ യൂട്യൂബേഴ്സിന് ചുറ്റുമുള്ള ആൾക്കാരെയും പറയാം. ജനങ്ങൾ പലവിധമാണ്. എല്ലാവരും എല്ലാ തോന്നിവാസത്തെയും സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ഈ തോന്നിവാസത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. കുഞ്ഞുങ്ങളെ കൂടെ പിന്നെ പിടിച്ചിട്ട് ഇത്രയും വിഷം അതിൽ കടന്നല്ല നിങ്ങൾ കുറച്ച് വിഷം മേടിച്ചാൽ കുഞ്ഞുങ്ങൾ കൊടുക്കുന്നുള്ളത്. അല്ലാതെ ഒരാളെ ക്രൂശിച്ച് ഇല്ലാത്തവരെല്ലാം പറഞ്ഞാൽ നിങ്ങളുടെ ആരാണ് പറഞ്ഞത്? ഞാനെന്ന് പറഞ്ഞു, അദ്ദേഹം എന്ന് പറഞ്ഞു. ഇതിനാണ് ഷമിങ്ങനെ അലിഗേഷൻ പറയുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ആരും ഒരാൾ വന്ന് പറഞ്ഞു വേണ്ടി അതാണ് ഇട്ട് കാണിക്കുന്നെങ്കിൽ ഓക്കെ. ഇത് കഥകൾ ഉണ്ടാക്കിയ ആൾക്കാർക്കുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്. അത് ലീഗലി തന്നെ ഞാൻ മൂവ് ചെയ്തിട്ടുണ്ട്. ലീഗലി തന്നെ അതിന്റെ അവർക്ക് വരുന്ന വഴി ഞാൻ പറയാതെ തന്നെ അവർക്കുള്ള കാര്യങ്ങളൊക്കെ കിട്ടിക്കൊടുക്കും. എനിക്ക് തോന്നുന്നു ഷാലു ഒരു പക്ഷേ സിംഗിളായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ അനുഭവിച്ചുള്ള ലേഡീസിനോ വീട്ടുകാർക്കോ അറിയത്തുള്ളൂ ഇതിന്റെ വേദന എന്നാണ്. അല്ലാതെ ഒരിക്കലും എന്താ പറയാ അനുഭവിക്കാത്തവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കാരണം ഞാൻ അത്രയ്ക്ക് അങ്ങ് എന്നെ കൊല്ലാൻ ചെയ്തിട്ട് ഞാൻ അതിനകത്ത് സ്ട്രോങ് ആയിട്ട് വന്ന് അതിന്റെ നിയമവശം പോയിട്ട് ഞാൻ വീഡിയോ വന്നിട്ട് അവരെങ്ങനെ ഇവരിങ്ങനെയെന്ന് പറഞ്ഞ് അവരെ കുറിച്ച് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നും എവിടെ എത്തത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ലീഗലി പോയിട്ട് അതിന്റെ കാര്യങ്ങൾ വന്നിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട്. ലീഗൽ തന്നെ മൂവ് ചെയ്തിട്ടുണ്ട്. ബാക്കി നിയമം തന്നെ നമ്മുടെ നിയമങ്ങളുണ്ടല്ലോ ഇവിടുത്തെ അവരുടെ. കാരണം ഇതൊക്കെ കേട്ടപ്പോൾ ഉള്ളതാണെങ്കിൽ നമുക്ക് കേൾക്കാൻ രസമുണ്ട്. നമ്മുടെ ലൈഫിൽ എന്ത് നമുക്ക് ഉള്ളത് പറയുമ്പോൾ ഉള്ളിൽ സ്ട്രോങ് ആയിരിക്കും. ഉണ്ടായിട്ടാണല്ലോ ഇല്ലാ കഥകൾ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്റെ കുഞ്ഞുങ്ങൾ പോലും രാത്രിയിൽ ഉറങ്ങാതിരുന്നിട്ടുണ്ട്. പറയാതിരിക്കാൻ വയ്യ. എന്റെ മാനസികമായിട്ട് മക്കളും എന്റെ ഉമ്മയൊക്കെ കടന്ന് ഉരുകിയിട്ടുണ്ട്. ഞാനത് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളാണ്. ഞാനൊരു കുട്ടിയാണ്, എനിക്കൊരു അമ്മയും അച്ഛനും ഉണ്ട്. എൻ്റെ അമ്മയും അച്ഛൻ്റെയും പ്രവൃത്തിൻ്റെ പേരിൽ ഞാൻ ഇന്നേ വരെ നാണം കെട്ടിട്ടില്ല. ബിക്കോസ് ദേ ഹാവ് എ ക്വാളിറ്റി. ആ ക്വാളിറ്റി ഇല്ലാത്ത അമ്മയും അച്ഛനും ആണെങ്കിൽ കുഞ്ഞുങ്ങൾ നാണം കെട്ടുകൊണ്ട് നിൽക്കും. അതിന് ഈ യൂട്യൂബേഴ്സിനെ പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഓക്കെ, ദി ഫസ്റ്റ് തിങ്. ആൻഡ് സെക്കൻഡ് തിങ്, കേസ് കൊടുത്തോളൂ. ന്യായമായി നിങ്ങളുടെ അടുത്ത് ആരാണോ തെറ്റ് ചെയ്തത് കൊടുത്തോളൂ. പക്ഷെ ഒന്നും കൂടെ ഞാൻ പറയുകയാണ്, പല്ലിൻ്റെ ഉള്ളിൽ ചളി കയറുമ്പം കുത്തി കളിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നാറും എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട്. ആ അവസ്ഥയിലോട്ട് സച്ചിന് പോകരുത്. സച്ചിനിപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സച്ചിന് തന്നെയാണ് നാറുക. സച്ചിന് ആർക്ക് അഗെയിൻസ്റ്റാണ് കേസ് കൊടുക്കുക? ആ കേസ് കൊടുത്ത ആൾക്കാർക്ക് ഈ ഒരൊറ്റ ഓഡിയോയും റെക്കോർഡിങ്ങും മതി. ഈ ഒരൊറ്റ ഓഡിയോയും റെക്കോർഡിങ്ങും കോൺവെർസേഷനും മാത്രം മതി സച്ചിന എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ഈ അവസ്ഥയിലോട്ട് എത്തിക്കാൻ. ഈ ഒരു ഓഡിയോയും റെക്കോർഡിങ്ങുമാണ് ആ വ്യക്തി ഷെയർ ചെയ്തതെങ്കിൽ ഇതല്ലാണ്ട് ആ വ്യക്തിയുടെ കയ്യിൽ എത്ര പ്രൂഫുണ്ട്, എത്ര കാര്യങ്ങളുണ്ട്? സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾ എടുത്ത് റിയാക്ട് ചെയ്യാനുള്ള പെർമിഷൻ ഈ IT റൈറ്റ് പ്രകാരം എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നമ്മളെല്ലാ വ്യക്തികളും സംസാരിക്കുന്നുള്ളൂ. നമ്മളതിൽ മോശമായിട്ടോ അബ്യൂസീവായിട്ടോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ലോന് എഗെയിൻസ്റ്റ് ആയിട്ടോ ഒരു കാര്യങ്ങളും നമ്മൾ പറയുന്നില്ല. സോ എവിടെ കേസ് കൊടുക്കാൻ പോയാൽ സ്വയം നാറും. ആ ഒരു തിരിച്ചറിവ് ഇനിയെങ്കിലും ഉണ്ടാവണം. എന്തായാലും എനിക്കറിയാം നിങ്ങൾ ഈ ഇൻ്റർവ്യൂ എടുത്തതും അപ്ലോഡ് ചെയ്തതും ഫിറോസിൻ്റെ ചാനലിൽ ഓഡിയോ വരുന്നതിന് മുമ്പാണ്. ഇപ്പോൾ ഓഡിയോ വന്ന സ്ഥിതിക്ക് ഇനി ഇൻ്റർവ്യൂ തന്നെ കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ള കാര്യം പോലും അറിയില്ല. മുന്നേ കണ്ടതൊക്കെ ഞാൻ ആവുന്നതിന് മുന്നേ അടുത്ത അലിഗേഷൻ ഞാൻ കൊണ്ടിടും. അല്ലെങ്കിൽ ഞാനൊരു ഇൻഫ്ലുവൻസർ ആണ്, അല്ലെങ്കിൽ ഞാനൊരു സോഷ്യൽ കണ്ടന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ യൂട്യൂബർ ആണ്. ഇതൊന്നും അല്ലാതെ ഞാൻ എന്നെ തന്നെ ഞാൻ കൊല്ലാൻ വേണ്ടിയിട്ട് കൊണ്ടിടും. എന്തിനാണ് ഇങ്ങനെയുള്ള അത് പറഞ്ഞിട്ട് പോലും ചില ആൾക്കാർ വന്നിട്ട് പക്ഷെ അതിലൊരു 99% ആൾക്കാർക്ക് മനസ്സിലാക്കണം. അവർ തന്നെ ചോദിക്കുന്നുണ്ട് സച്ചിനെ ആണെങ്കിൽ പിന്നെ എന്തിനാണ് സച്ചിൻ ഇങ്ങനെ ചെയ്താൽ പോരെ, അങ്ങനെ ചെയ്താൽ പോരെ ആൾക്കാർ വരെ ചോദിക്കുന്നുണ്ട്. എനിക്കിതിനൊരു കുഞ്ഞിന്റെ ഫോട്ടോ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്ത് എനിക്കിടേണ്ട ആവശ്യം, അത് വൃത്തിയുടെ രീതിയിലുള്ള എഡിറ്റിങ്, അത് എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു ചെയ്യേണ്ട രീതിയിൽ നമുക്ക് ചെയ്യാം. പക്ഷെ അത് വേറൊരു രീതിയിൽ കളറാക്കിയിട്ട് നമ്മൾ അങ്ങനെ ആക്കിയാൽ അത് ഒരു വ്യക്തിയല്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് അദ്ദേഹമാണെന്നുള്ള രീതിയിലായിരിക്കും മേ ബി
സത്യം പറഞ്ഞാൽ അതൊരു ഫീമെയിൽ ആണ്. അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടത് അതോറിറ്റീസിനാണെങ്കിലും അതിനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ഉത്തരം എല്ലാവർക്കും എനിക്ക് പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. എനിക്ക് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ എനിക്ക് ഒന്നും അറിയത്തില്ല. വ്യക്തമായിട്ട് അറിയാവുന്നത് ഷാലുവിന് ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ മെസ്സേജ് പോലും ഞാൻ നമ്മുടെ ലൈവ് വീഡിയോയിൽ പോലും ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതുപോലുള്ള മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ ഞാനല്ല നോക്കുന്നത്, ഞാൻ നോക്കാറില്ല. ആകെപ്പാടെ എന്റെ വാട്സ്ആപ്പ് മെസ്സേജുകൾ മാത്രമേ ഞാൻ നോക്കൂ. അത് എനിക്ക് അത്ര അടുത്തുള്ള ആൾക്കാർ പറഞ്ഞാൽ പോലും ഞാൻ വാട്സ്ആപ്പിൽ പോലും ഞാൻ മെസ്സേജ് നോക്കത്തുള്ളൂ. അമ്മ എന്ന് വിചാരിച്ച് ഒരു കുഞ്ഞുങ്ങളുടെ വേദന എന്താണ് കണ്ണീർ കണ്ടൊരു വ്യക്തി ഞാൻ. ആ ഒരു മനുഷ്യൻ ഞാൻ എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. സത്യമാണ്. 100%-ൽ 99% ആൾക്കാർക്കും സജ്ന ഫിറോസ് എന്താണെന്നുള്ളത് ഇപ്പം നല്ല ക്ലിയർ ആയിട്ട് നല്ല വെടിപ്പായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. വളരെ ക്ലിയർ ആയിട്ട് വെടിപ്പാക്കി മനസ്സിലാക്കി തന്ന വ്യക്തി നിങ്ങളുടെ എക്സ് ഹസ്ബൻഡ് ആയിരുന്നു. ആൻഡ് പുള്ളിക്കാരൻ്റെ വായിൽ നിന്ന് വന്ന മൊഴി കൊണ്ടല്ല ആൾക്കാർ വിശ്വസിച്ചത്, നിങ്ങളുടെ സ്വന്തം ശബ്ദത്തിൽ നിന്ന് കേട്ട പല ഓഡിയോസും റെക്കോർഡിങ്സും വഴിയാണ് എക്സ്പോസ് ആയിട്ടുള്ളത്. എന്തായാലും ഇതൊരു ഐ ഓപ്പണിംഗ് ആയിക്കോട്ടെ സജ്ന ഫിറോസിന്. ഇതിൽ നിന്ന് നിങ്ങളുടെ തെറ്റുകൾ മാറ്റാനും ഇനിയെങ്കിലും ഫ്രണ്ടോട്ട് നല്ല രീതിയിൽ ജീവിക്കാനും നിങ്ങളെ കൊണ്ട് പറ്റട്ടെ എന്നേ പറയാനുള്ളൂ. തെറ്റുകൾ പറ്റാത്ത ആൾക്കാരില്ല. ഈ മക്കളെ മുമ്പിൽ ചെന്ന് കരഞ്ഞു മെഴുകുന്നതിനേക്കാൾ നടന്ന കാര്യങ്ങൾ വ്യക്തമായി തുറന്നു പറഞ്ഞ് ഇനി ഇങ്ങനൊരു സാധനം എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവില്ല എന്ന് പറയുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. പിന്നെ മക്കളുടെ ഇമോഷനൊക്കെ പറയുന്നതിന് മുമ്പ് ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്ന സമയത്ത് മക്കളും വീട്ടിലുണ്ടായിരുന്നു, മക്കളും റൂമിലുണ്ടായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് വരണം. ആൻഡ് ആ ഓഡിയോയിൽ ഞാൻ കേട്ടു കോഴിക്കോട് എവിടെയോ പോയൊരു കാര്യം അല്ലേ, അപ്പോഴൊക്കെ മക്കൾ എവിടെയായിരുന്നു, അതും കൂടെ ഒന്ന് ഓർത്തോളൂ. പിന്നെ ഷാലുവിനോട് പറയാനുള്ളത്, ഇപ്പോൾ കുറച്ച് ഓഡിയോസ് ഫിറോസിൻ്റെ ചാനലിൽ വന്നല്ലോ, ആ ഓഡിയോസ് വെച്ച് കൊണ്ടിട്ട് ആളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഇൻ്റർവ്യൂവും കൂടെ ഒന്ന് കൊടുത്തു നോക്ക്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ക്ലാരിറ്റി കിട്ടും. ആ ഓഡിയോയിൽ പറഞ്ഞ കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ ആൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ ആൾ വന്ന് പറയട്ടെ. ഓക്കെ, അപ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് നല്ലൊരു ക്ലാരിറ്റി കിട്ടുക. അപ്പോഴാണ് ഈ ഒരു കേസിന് ഒരു തീരുമാനം കൂടിയാവുക. അത്രയും പറയാനുള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.